ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നല്ല നേരം എയോ. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സൂപ്പർ സെനിക് 1 ഡേ റോഡ് ട്രിപ്പിനാണ്. ഫ്രം സിഡ്നി ടു ദ ബ്രെത്ത് ടേക്കിംഗ് സൗത്ത് കോസ്റ്റ് ഓഫ് ന്യൂ സൗത്ത് വെയിൽസ്. സ്റ്റുഡൻസിനും ഞങ്ങളെപ്പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ ഒരു സ്പോട്ട് കൂടിയാണിത്. ഹൈക്കിംഗ് ഇല്ല, ക്ലൈം ചെയ്യാൻ വേണ്ട, ജസ്റ്റ് ഓഷ്യൻ ബ്രീസ്, കോസ്റ്റൽ വ്യൂസ് ആൻഡ് നല്ല ഒരു എക്സ്പീരിയൻസ്. സോ ബക്ലബ് ആൻഡ് ലെറ്റ്സ് ഗോ. സോ ഞാനാണെങ്കിൽ കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടി ഞങ്ങൾ ഫുഡ്, വാട്ടർ, കുറച്ച് ജ്യൂസ്, സ്നാക്ക് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അത് വൺ ഓഫ് ദി ബെസ്റ്റ് വേ കൂടിയായിരുന്നു ഇങ്ങനത്തെ ട്രിപ്സ് കുറച്ചുകൂടി എൻജോയബിൾ ആക്കാൻ. ഓക്കെ ഗൈസ്, അവർ ഫസ്റ്റ് സ്റ്റോപ്പ് ഈസ് ദ ഐക്കോണിക് സീക്ലിഫ് ബ്രിഡ്ജ് ആണിത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തെന്ന് പറഞ്ഞാൽ ദ ബ്രിഡ്ജ് കർവ്സ് ബ്യൂട്ടിഫുള്ളി ഓവർ ദ സീ, നോട്ട് അലോങ് ദ ക്ലിഫ്. സോ ഇത് വെള്ളത്തിൻ്റെ മുകളിൽ കൂടി ഫ്ലോട്ട് ചെയ്യുന്നൊരു ബ്രിഡ്ജായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇൻ ദ എൻറ്റയർ വേൾഡ് ഇത് കൂട്ട് 7 ബ്രിഡ്ജസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദം റൈറ്റ് ഹിയർ ഇൻ ന്യൂ സൗത്ത് വെയിൽസ്. ഈ ബ്രിഡ്ജ് ആക്ച്വലി 665 മീറ്റർ ലോങ് ആണ്. അതേപോലെ 140 കിലോമീറ്റർ ലോങ് ഗ്രാൻഡ് പസഫിക് ട്രെക്ക് കോസ്റ്റൽ സെനിക് റൂട്ടിൻ്റെ ഒരു പാർട്ട് കൂടിയാണ്. ഈ ബ്രിഡ്ജ് വൺ ഓഫ് ദ ടോപ്പ് 10 എഞ്ചിനീയറിംഗ് മാർവൽസ് ഇൻ ഓസ്ട്രേലിയ കൂടിയാണ്. അപ്പം തന്നെ ഊഹിക്കാമല്ലോ ഇത് എത്ര പൊളിയാണെന്ന്. ഓൾസോ ഒരുപാട് കാർ അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ട് കൂടി ഇവിടെ നടക്കാറുണ്ട്. ലോക്കൽസ് ഇതിനെ ബ്രിഡ്ജ് ബിറ്റ്വീൻ ലാൻഡ് ആൻഡ് സ്കൈ എന്നാണ് വിളിക്കുന്നത്. റൊമാൻറ്റിക് അല്ലേ? ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്ലിഫ് ബ്രിഡ്ജ് എന്ന നെയിം ഒരു സ്കൂൾ കോമ്പറ്റീഷനിൽ മക്കൻസി റസൽ എന്നൊരു 11-year-old കുട്ടി സജസ്റ്റ് ചെയ്ത പേര് കൂടിയാണ്. ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഫുൾ പെഡസ്ട്രിയൻ വോക്ക് വേ ഉണ്ട്. സോ കാറിൽ ജസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഫുൾ വ്യൂ കിട്ടില്ല. സോ നമുക്ക് പാർക്ക് ചെയ്ത് കാമായി നടക്കാം. സീരിയസ്ലി ഇതുപോലെ ലൊക്കേഷൻ സിഡ്നിയുടെ ക്ലോസ് പ്രോക്സിമിറ്റിയിലുണ്ടെന്ന് അറിയുമ്പോൾ വി ഫീൽ സോ ലക്കി. ഇവിടുത്തെ എയർ ഫ്രഷ് ആണ്, വൈബ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്, സ്ട്രെസ്സൊക്കെ ഇറേസ് ആയി പോകും. മെയ് ടു നവംബർ ഇവിടെ വരുന്നവർക്ക് ലക്കുണ്ടെങ്കിൽ വെയിൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി ഞാനൊന്നും കണ്ടില്ല. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ബീച്ചിലിറങ്ങാനുള്ള കാര്യങ്ങളുമായിട്ട് വരുന്നവർക്ക് അതിനുള്ള സൗകര്യമുണ്ട്. ബട്ട് വിൻ്റർ ആയതുകൊണ്ട് ഞാൻ അതിനുള്ള പ്രിപ്പയർഡ് ആയിട്ട് ആയിരുന്നില്ല പോയത്. സോ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അതിന് വേണ്ട നല്ല ബീച്ചസും ആവശ്യത്തിനുള്ള പാർക്കിങ്ങും ഷോപ്പിംഗ് ഏരിയാസും ഈറ്റ് ഔട്ട് ചെയ്യാനുള്ള സ്ഥലങ്ങളും ഒക്കെ അവിടെയുണ്ട്. So we are approaching to the next stop, which is Wollongong Lighthouse. Did you know it has 2 lighthouses next to each other? ഓസ്ട്രേലിയയിൽ തന്നെ ഇത് റെയറാണ്. ഫസ്റ്റ് വൺ ഈസ് ബ്രേക്ക്വാട്ടർ ലൈറ്റ് ഹൗസ്. അത് 1871 ബിൽഡ് ചെയ്തതാണ്, വിച്ച് മീൻസ് നൗ ഇറ്റ് ഈസ് ഓവർ 150 years old. അതർ വൺ ഈസ് ഫ്ലാഗ്സ്റ്റാഫ് ഹിൽ ലൈറ്റ് ഹൗസ്. അത് 1936 സ്റ്റാർട്ടായി ആൻഡ് ഇറ്റ് ഈസ് ആക്റ്റീവ് ഇവൻ നൗ. ഇവിടുത്തെ വൂളങ്ങോങ് എന്ന പേര് ലോക്കൽ ധാരാവിൽ അബോറിജിനൽ ലാംഗ്വേജിൽ സൗണ്ട് ഓഫ് ദ സീ എന്നാണ് അർത്ഥം. ഇവിടുത്തെ ബ്യൂട്ടിയും ഓഷ്യൻ സൈഡും, ഓഷ്യൻ അല്ല ആക്ച്വലി ഇത് ബേ സൈഡാണ്. സോ അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഇതൊന്ന് കറക്റ്റ് ആകണമെന്ന് നമുക്ക് മനസ്സിലാകും. അനദർ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഈസ് സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ഇതൊരു കോസ്റ്റൽ ഡിഫൻസ് സ്റ്റേഷനായിരുന്നു. അന്ന് യൂസ് ചെയ്തിരുന്ന ചില ബങ്കേഴ്സ് ഇന്നും വിസിറ്റേഴ്സിന് വേണ്ടി പ്രിസർവ്ഡ് ചെയ്തിരിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്കത് മിസ്സായി. പിന്നെ ഈ ഒരു ഏരിയ വളരെ വെരി
പോപ്പുലർ ആയിട്ടുള്ള പ്രൊപ്പോസൽ ആൻഡ് വെഡ്ഡിങ് ഷൂട്ട്സ് ലൊക്കേഷൻ കൂടിയാണ്. സീ വ്യൂ, ഹിസ്റ്ററിക് ലൈറ്റ് ഹൗസസ്, ക്ലിഫ്സ്, റൊമാൻറ്റിക് സെറ്റിംഗ് ഉണ്ടല്ലോ. സോ വളരെ ക്യൂട്ട് മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ ഇവിടെ പെർഫെക്റ്റ് ആണ്. സോ ഇഫ് യു ആർ പ്ലാനിങ് എ ചിൽ ട്രിപ്പ് വിത്ത് പാർട്ട്ണർ ഓർ ഫാമിലി, ദിസ് സ്റ്റോപ്പ് ഈസ് പെർഫെക്റ്റ്. പിന്നെ പോകുന്നവർക്ക് നല്ല മഴയായതുകൊണ്ട് ഞങ്ങളൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ടായിരുന്നു, അത് ശരിക്കും മിസ് ഔട്ട് ചെയ്തു. അപ്പം നമുക്ക് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകാം. Now we are at the highlight of the trip, the one and only Kiama Blowhole. ഈ സ്പോട്ട് ഓസ്ട്രേലിയയിലെ മോസ്റ്റ് സ്പെക്ടാക്കുലർ നാച്ചുറൽ വണ്ടേഴ്സിൽ ഫസ്റ്റ് പ്ലേസ് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ ഇത് കാണുമ്പം ഭയങ്കര നേരെയുള്ള സ്ഥലമാണെന്ന് തോന്നുമെങ്കിലും കുറച്ച് എലിവേറ്റഡ് ആയിട്ടുള്ള പ്ലേസ് ആണ്. നമ്മൾ നടന്നൊരു വഴിയാകും. കുറേ കഴിയുമ്പോൾ ഞാൻ നല്ല ടയർഡാകും. എനിക്ക് ഈ സമയത്തൊക്കെ ഞാൻ ക്യാമറാമാനോട് പറയും, എനിക്ക് പറ്റില്ല, ഇത് എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഇതൊക്കെയാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന സ്ഥലമേ അല്ല, എനിക്കൊന്നും കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ വോയിസ് ഓവർ കൊടുക്കാതെ ഞാൻ ഈ പറയുന്നതെല്ലാം ശരിക്കും കേൾപ്പിക്കും, ഇത് ഞാൻ ഉറപ്പായിട്ട് വീഡിയോയിലിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നെക്കൊണ്ട് നടത്തിപ്പിക്കുക. ലൈക്ക് അത്രയും കുറച്ച് എലിവേറ്റഡ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണത്. കാണുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്യത്തില്ല, ബട്ട് വർത്ത് വിസിറ്റിംഗ്. നല്ലൊരു ബസ് പ്ലേസ് തന്നെയാണ്. സോ നമുക്ക് കുറച്ച് നടക്കാനുണ്ട് പാർക്കിംഗ് ഏരിയയിലേക്ക്. ഫൈനലി നമ്മൾ കിയാമ ബ്ലോഹോളിലെത്തി. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, when the waves crash in the underground sea cave, അവിടെ വലിയൊരു പ്രഷർ ഫോം ചെയ്യും. സോ നമുക്കിപ്പോൾ കാണാൻ പറ്റും അവിടെ ഞാൻ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ലക്കുണ്ടെങ്കിൽ ആ പ്രഷർ ഫോം ചെയ്യുന്നിടത്തു നിന്ന് വലിയൊരു മാസീവ് വാട്ടർ ബേസ്റ്റ് ഉണ്ടാവും. It may go up to 30 meters, that means 98 feet sometimes. But അത്രയും ലക്കൊന്നും ഇല്ലായിരുന്നു. അത് കാരണം അത്രയും വലിയ മാസീവ് ബസ്റ്റ് ഒന്നും നമുക്ക് അന്ന് കാണാൻ പറ്റിയില്ല. ഏറ്റവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഈ ബേസ്റ്റ് ഉണ്ടാവുന്നതിന് മുന്നേ ആയിട്ട് അവിടെ ഒരു സൗണ്ട് ഫോം ചെയ്യും. വി ക്യാൻ സേ ദാറ്റ് ഒരു എരമ്പലെന്ന് പറയത്തില്ലേ, ഒരു വെള്ളത്തിൻ്റെ ആ പാറയിൽ വന്നടിച്ച് ആ ഒരു എരമ്പൽ നമുക്കിവിടെ കേൾക്കാൻ പറ്റും. എന്നിട്ട് ബൂം എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര ഒരു സൗണ്ടാണ്. ലൈക്ക് ഇറ്റ്സ് ഫീൽ ലൈക്ക് എ തണ്ടർ. നമ്മൾ തണ്ടർ സ്റ്റോം ഒക്കെ വരുമ്പം വരുന്നൊരു വലിയ സൗണ്ട് ഇല്ലേ, ലൈക്ക് അങ്ങനത്തെ ഒരു സൗണ്ട് അവിടെ ക്രിയേറ്റ് ആവും. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എർത്ത് ബ്രീത്ത് ചെയ്യുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ആക്ച്വലി ലോക്കൽസ് അങ്ങനെ തന്നെയാണ് പറയുന്നതും. എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, ഇത് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോസും ഒക്കെ റെഡിയാക്കി വെച്ച് നമ്മൾ ഇങ്ങനെ അങ്ങ് നിൽക്കുക, സൗണ്ട് കേൾക്കാൻ നമ്മൾ ശ്രമിക്കുക. കാരണം ഇത് ഇച്ചിരി പേഷ്യൻസിനെ ടെസ്റ്റ് ചെയ്യുന്നൊരു ഗെയിം തന്നെയാണ്. പക്ഷെ അതിലൊരു നാച്ചുറൽ ത്രില്ലുണ്ട്. സോ കുറച്ച് ഫൺ ഫാക്ട്സ് എന്താണെന്ന് വെച്ചാൽ, കിയാമ എന്നത് ധരാവൽ അബോറിജിനൽ ലാംഗ്വേജിൽ നിന്ന് വരുന്നൊരു പേരാണ്. വെർ ദ സീ മേക്സ് എ നോയ്സ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ നെയിം മാത്രം കേട്ടാൽ ഈ പ്ലേസിൻ്റെ സ്പെഷ്യാലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ബ്ലോ ഹോൾ ആക്ച്വലി 260 മില്യൺ ഇയേഴ്സ് ഓൾഡ് ആണ്. അൺബിലീവബിൾ അല്ലേ? വോൾക്കാനിക് ലാവ ഫ്ലോ കൊണ്ടാണ് ഈ ഫോർമേഷൻ ഉണ്ടായത്. ദാറ്റ് മീൻസ് നേച്ചർ ഈ ഒരു ആർട്ട് പീസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തന്നിട്ട് ഇപ്പം മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ടുണ്ട്. ഇത് 1797 ജോർജ് ബാസ് എന്നൊരു യൂറോപ്യൻ എക്സ്പ്ലോററാണ് ഇത് ഫസ്റ്റ് ഡിസ്കവർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പ്ലേസിൽ പ്രതിവർഷം 9 ലക്ഷം ആളുകൾ വരുന്നുണ്ടെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. അങ്ങനെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണിത്. സ്പോട്ടിൽ സ്പ്ലാഷ് ഡേഞ്ചർ അതൊരു ബോർഡുണ്ട്, ബട്ട് സ്റ്റിൽ എല്ലാ വിസിറ്റേഴ്സും അവിടെ തന്നെ പോയി നിൽക്കും ഇത് വിസിറ്റ് ചെയ്യാൻ. പിന്നെ നിയർ ബൈ ലൈറ്റ് ഹൗസും കുറേ നല്ല ഫോട്ടോ സ്പോട്ട്സും ഉണ്ട്. സോ നമുക്ക് ഈ റോക്ക് ഡിപ്പോസിറ്റ്സിൻ്റെ ഇടയിൽ കൂടെ നടക്കാം. ഇച്ചിരി അഡ്വഞ്ചറസ് ആണോന്ന് ചോദിച്ചാൽ കുറച്ചാണ്. എനിക്കതിനുള്ള ധൈര്യമില്ലായിരുന്നു. ബട്ട് ബാബാ ഇച്ചിരി കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ക്യാമറാമാൻ്റെ സപ്പോർട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോവാണ്. ഇപ്പോൾ തിരിച്ച് കയറി പോവുകയാണ്. ആക്ച്വലി നല്ലൊരു സ്പോട്ട് തന്നെയാണ്. നമുക്കവിടെ റിലാക്സ് ചെയ്യാൻ ബെഞ്ചുണ്ട്, ഐസ്ക്രീംസ് ഉണ്ട് അവൈലബിൾ ആണ്, കോഫീസ് അവൈലബിൾ ആണ്. നല്ലൊരു പീസ്ഫുൾ ബ്രേക്ക് എടുക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. സൺ ബ്രീസ്, ഓഷ്യൻ വ്യൂ, ഫുൾ റിലാക്സിങ് വൈബ്. പിന്നെ പറയണോ, സീ സ്പ്രേയുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അത് കാണേണ്ട ഒരു മൊമെൻറ്റ് തന്നെയാണ് ആ കിയാമ ബ്ലോഹോളിൽ നിന്നും ബേസ്റ്റ് ആവുന്ന ആ ഒരു മാസീവ് വാട്ടർ ബേസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ കൂടെ ഒരു ബോണസ് സ്റ്റോപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം. മിന്നാമറ ഫോർഷോർ എന്നാണ്. ഇഫ് ടൈം ഉണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് എ ക്വിക്ക് സ്റ്റോപ്പ് അറ്റ് മിന്നാമറ ഫോർഷോർ. ബട്ട് ഞങ്ങൾ ഇച്ചിരി ടൈറ്റ് ആയിരുന്നു, പ്രത്യേകിച്ച് വിൻഡ്രൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് സൺസെറ്റ് ആവുന്നതുകൊണ്ട് നേരെ ഇരുട്ടി തുടങ്ങിയതുകൊണ്ടും ഇവിടുന്ന് സിഡ്നി വരെ 2 hours അപ്രോക്സിമേറ്റ്ലി ഉള്ളതുകൊണ്ടും ഞങ്ങൾ ആ പ്ലേസ് മിസ് ചെയ്തു. So friends, this trip was just amazing. 3 unique spots all in just one day.
ഹൈക്കിംഗ് വേണ്ട, എൻട്രി ഫീ ഇല്ല, ആൻഡ് സ്റ്റുഡൻസ് ആൻഡ് യങ് കപ്പിൾസിന് ഇതുപോലൊരു പെർഫെക്റ്റ് ഐറ്റിനറി വേറെ ഇല്ല. കമൻറ്റ് ചെയ്യുമോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പോട്ട് ഇതിലേതായിരുന്നു എന്ന്. സീ ക്ലിഫ് ബ്രിഡ്ജ് ആയിരുന്നോ, കിയാമ ബ്ലോഹോൾ തന്നെ ആയിരുന്നോ, അതോ അല്ലെങ്കിൽ ചിൽഡ് ലൈറ്റ് ഹൗസ് സ്റ്റോപ്പ് ആയിരുന്നോ? ഇഫ് യു ലൈക്ക് ദിസ് വ്ലോഗ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Until then, stay safe and keep smiling. നല്ല നേരം always.